my dear students, welcome to Teacher at Home. Today class we are going to learn the 6th chapter, that is Expert Detectives. Nishad, a boy of 7, also called 7 because his name means the 7th note of the musical scale. അപ്പോൾ മ്യൂസിക്കൽ സ്കെയിലിൽ സെവൻത്ത് നോട്ടിനെയാണ് നിഷാദ് എന്ന് പറയുക. And his 10-year-old sister, Maya, are very curious about one Mr. Nath. Then one day, the children's marble rolls into Nath's room. അപ്പോൾ അവർ ഓട്ടി കളിക്കായിരുന്നു അല്ലേ, അത് നാഥിൻ്റെ റൂമിൽ പോയി. നിഷാദ് ഗെറ്റ് എ ചാൻസ് ടു സീ ഹിം. അയാളെ കാണാൻ നിഷാദിന് ഒരു അവസരം ലഭിച്ചു. Is he a crew to the on the run? Why is his face badly scared? Why has he no friends? അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. എന്തുകൊണ്ടാ? Nisha's mother, a doctor, knows Mr. Nath as a patient who is very polite. അപ്പം നിഷാദിന്റെ മദർ എന്താണ്, ഒരു ഡോക്ടറാണ് അല്ലെ. അദ്ദേഹത്തിന് നാഥിനെ അറിയാം, ഇവരുടെ പേഷ്യൻ്റ് ആണ്. വെരി പൊളൈറ്റ്, മര്യാദയോടെയാണ് ഇരിക്കുന്നത്. എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സ്. ആസ് വി വാക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ദ ക്ലിനിക്, 7 said, "It doesn't look anything like a monster, Maya. But didn't you see him, how thin he is? Maybe he is very poor and cannot afford to eat." അപ്പോൾ ക്ലിനിക്കിലേക്ക് നടന്നപ്പോൾ എന്താണ്, അയാൾ മോൺസ്റ്റർ പോലെ ഉണ്ടോ എന്ന് ചോദിച്ചു മായ അടുത്ത്. But did not see him, he is also called 7, a boy of 7 years old ആണല്ലോ, അതാണ് 7 എന്ന് പറയുന്നത്. ഓക്കെ, he's probably അതായത് he is poor if he crooks on the run. Maybe he is poor and cannot afford to eat. അതായത് അദ്ദേഹം പാവപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. He can't be poor, he is a crook on the run. അദ്ദേഹം പാവപ്പെട്ടവനൊന്നുമല്ല. I told him he probably got millions of rupees stashed away somewhere in that room. അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടമാനം കാശുണ്ടാവും, ഏതെങ്കിലും റൂമിൽ വെച്ചിട്ടുണ്ടാവും. Do you really think he is a criminal? അദ്ദേഹം ഒരു ക്രിമിനലിനെ പോലെ തോന്നുന്നുണ്ടോ? It doesn't look like one. അദ്ദേഹം അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. നിഷാദ് ലുക്ക് ഡൗട്ട്ഫുൾ. നിഷാദിന് സംശയമായി. Of course he is one, 7. അപ്പോൾ അദ്ദേഹം അതുപോലെയാണെന്നാ തോന്നുന്നത്. 7 എന്ന് പറഞ്ഞാൽ നിഷാദ്. I said, and he certainly isn't starving. അദ്ദേഹം വിശന്നിരിക്കൊന്നുമല്ല. Mr. Mehta told us that Ramesh brings his meals up from the restaurant downstairs. അപ്പോൾ മിസ്റ്റർ മെഹത്ത എന്താ പറയുന്നത്, രമേശ് അദ്ദേഹത്തിനുള്ള ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. But Maya, Mr. Mehta told us he doesn't work anywhere. അപ്പം മായയോട് പറയാം, മിസ്റ്റർ മെഹത്ത ടോൾഡ് us. മെഹത്ത എന്താ പറഞ്ഞേ, അയാൾ എവിടെയും പണി ചെയ്യുന്നില്ല. So how can we possibly have money to pay for food? അപ്പോൾ ഭക്ഷണത്തിന് അടയ്ക്കാനുള്ള പൈസ അയാൾക്ക് എവിടെ നിന്നാ ലഭിക്കുക? നിഷാദ് said. Exactly, I exclaimed. സത്യം, ഞാൻ പറഞ്ഞു. He must have lots of money hidden somewhere. കണ്ടമാനം കാശ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. Somewhere, maybe in that trunk in his room. ആ റൂമിൻ്റെ എവിടെയെങ്കിലും ആവും. It's probably full of silver and gold and jewels. അത് മൊത്തം എന്തായിരിക്കും? സിൽവറും പിന്നെ ഗോൾഡും ജുവൽസും ഒക്കെ ആയിരിക്കും. What rubbish, Nishad interrupted. I know I am right. Stupid, I told him. എന്ത് റബ്ബിഷാ പറയണേ, നിഷാദ് പറഞ്ഞു. I know, എനിക്കറിയാം ഞാൻ ശരിയാണെന്ന്. Stupid, I told him. By the way, 7, did you see his scars? നീ അദ്ദേഹത്തിന്റെ മുഖത്തിലെ പാട് ശ്രദ്ധിച്ചോ? I couldn't. ഞാൻ കണ്ടില്ല. It was too dark. നല്ല ഇരുട്ടായിരുന്നു. But I bet he got them during a shoot out with the police or someone. അദ്ദേഹത്തിന് പോലീസുമായിട്ടോ വേറെ ആരെങ്കിലുമായിട്ടോ ഒരു അടിപിടി ഉണ്ടായപ്പോൾ കൊണ്ടതാണ്. Mummy told us quite clearly they were burn scars. അമ്മ പറഞ്ഞത് അത് തീ കൊണ്ടുള്ള പൊള്ളലാണ്. Nishad said firmly. Nishad ഉറപ്പിച്ചു പറഞ്ഞു. Perhaps the police had to set his house on fire to force him out, I suggested. 7 looked unsure.
Police had to set his house on fire. അതായത് പോലീസിന് അവനെ പുറത്തു ചാടിക്കാൻ ഫയർ ചെയ്യേണ്ടി വന്നു. മീൻസ് ഫയർ ഇടേണ്ടി വന്നു. Looked as unsure. On this Monday morning, Monday following Mama's birthday. Mada birthday ആണ് Monday. Seven went along with her to the clinic. Seven എന്ത് ചെയ്തു? നിഷാദ് എന്ത് ചെയ്തു? അമ്മയോടൊപ്പം ചെന്നു ക്ലിനിക്കിൽ. At Girgam, and I was spending the evening with a school friend. ആ വൈകുന്നേരം ഞാൻ എൻ്റെ സ്കൂളിലെ ഫ്രണ്ടുമായിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു. When they returned, തിരിച്ചു വന്നപ്പോൾ നിഷാദ് told me he would been to see Mr. Nath. നിഷാദ് പറഞ്ഞു ഞാൻ മിസ്റ്റർ നാഥിനെ കാണാൻ പോവുകയാണ്. And felt most annoyed that I haven't been there. അതായത് എനിക്ക് ദേഷ്യം വന്നു ഞാൻ അവിടെ ഇല്ല എന്നുള്ളത്. Seven had been quite upset about Mr. Nath's gaunt appearance. അപ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ ഈ അപ്പിയറൻസിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. And was sure that he was starving. വിശന്നിരിക്കുകയെന്ന് ഉറപ്പായിരുന്നു. He told me that he had knocked loudly on Mr. Nath's door that evening and said, "Open the door quickly, Mr. Nath." അതായത് അദ്ദേഹം വാതിൽ തട്ടി അല്ലേ ആ വൈകുന്നേരം. എന്നിട്ട് എന്താ പറഞ്ഞ്? ഓപ്പൺ ദ ഡോർ, പെട്ടെന്ന് തന്നെ ആ ഡോറ് തുറക്കൂ മിസ്റ്റർ നാഥ്. മാൻ ഹാഡ് ഓപ്പൺ ഇറ്റ് ആൻഡ് ആസ്ക്ഡ് ഹിം, ലോസ്റ്റ് എനി മാർബിൾ? എന്നിട്ട് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും മറന്നു വെച്ചോ, ഗോട്ടി മറന്നു വെച്ചോ? ഹി ഹാഡ് ഒബ്വിയസ്ലി റെക്കഗ്നൈസ്ഡ് മൈ ബ്രദർ. എൻ്റെ അനിയനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. നോ സെഡ് നിഷാദ്. ഇല്ല എന്ന് പറഞ്ഞു. ഹി ഹാഡ് ടേക്കൺ ദ മാൻസ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് ത്രസ്റ്റ് എ ബാർ ഓഫ് ചോക്ലേറ്റ് ഇൻ ടു ഇറ്റ്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ എടുത്ത്? ചോക്ലേറ്റ്. Did you get a chance to peek into the trunk? Seven, I asked. Nishad looked disappointed. He didn't even ask me, he said. അപ്പോൾ അവളോട് ചോദിച്ചു നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളത്. അപ്പോൾ നിഷാദ് സങ്കടത്തിൽ പറയുക അദ്ദേഹം എന്നോട് ചോദിച്ചു പോലും ഇല്ല. He said. Then he smiled. But I didn't find out something. മായ, ഞാൻ ഒന്നും കണ്ടില്ല അവിടെ. I went down to the restaurant where Ramesh works and talked to him. രമേശ് വർക്ക് ചെയ്യണ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ ചെന്നു. എന്നിട്ട് അവനോട് വർത്താനം പറഞ്ഞു. ഗുഡ് ഫോർ യു മിസ്റ്റർ ഡിറ്റക്റ്റീവ്, ഐ സെഡ്, പാറ്റിംഗ് ഹിം ഓൺ ദ ബാക്ക്. അപ്പോൾ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ ഡിറ്റക്റ്റീവ് ആയിട്ട് അഭിസംബോധന ചെയ്തിട്ട് അവനെ തോളത്തൊന്നു തട്ടി. ഐ ഹോപ്പ് യു ക്വസ്റ്റ്യൻ ഹിം പ്രോപ്പർലി. നീ അവനെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് മനസ്സിലായി. സെവൻ ലുക്ക്ഡ് പ്ലീസ്ഡ്. രമേശ് ടോൾഡ് മീ ദാറ്റ് ഹി ടേക്ക് 2 meals ഫോർ മിസ്റ്റർ നാഥ് എവറി മോർണിംഗ്. രമേശ് പറഞ്ഞു എല്ലാ ദിവസവും 2 മീൽസാണ് മിസ്റ്റർ നാഥിന് ഞാൻ എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും എടുക്കാറ്. ആൻഡ് 2 cups ഓഫ് ടീ, 2 ഗ്ലാസ് ചായ. 1 in the morning, 1 in the afternoon. ഒന്ന് രാവിലെയും ഒന്ന് ഉച്ചയ്ക്കും. രമേശ് സേസ് ഹി ഈസ് നോട്ട് വെരി പെർട്ടിക്കുലർ അബൌട്ട് വാട്ട് ഹി ഈറ്റ്സ്. അദ്ദേഹത്തിന് കഴിക്കണമെന്ന കാര്യത്തിൽ യാതൊരു ഇതൊന്നുമില്ല, എന്താ വേണ്ടതെന്ന് അങ്ങനെ ഒരു എയിമൊന്നുമില്ല. ഇറ്റ്സ് ഓൾവേസ് ദ സെയിം ഫുഡ്. എല്ലാ പ്രാവശ്യവും ഒരേപോലത്തെ ഭക്ഷണമാണ്. 2 chapatis, some dal and a vegetable. 2 ചപ്പാത്തിയും ദാളും വെജിറ്റബിളും പച്ചക്കറിയും. മിസ്റ്റർ നാഥ് പേസ് ക്യാഷ് ആൻഡ് ടിപ്സ് വെൽ. അദ്ദേഹം ക്യാഷും ചെയ്യാറുണ്ട്, അതിൻ്റെ ഒപ്പം ടിപ്പും കൊടുക്കാറുണ്ട്. രമേശ് ടോൾഡ് മീ സംതിങ് വെരി സ്ട്രേഞ്ച്. രമേശ് പ്രത്യേകമായ ഒരു കാര്യം എന്നോട് പറഞ്ഞു. മായ, സെവൻ ആഡഡ്. സെവൻ എന്താ പറഞ്ഞ? ഓൾമോസ്റ്റ് എവറി സൺഡേ ഹി ക്യാരീസ് 2 lunches to Nath's room and the same man is with him each time. He is tall, fair, stout, and wears spectacles. Ramesh says his visitor talks a lot, unlike Mr. Nath, who hardly speaks. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഈ ഒരു വ്യക്തിനെയാണ് കാണാറ്. എല്ലാ സൺഡേകളിലും ഇയാളുണ്ടാവും. 2 ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ഈ ആളെന്താ ടോളും ഫെയറും ഹൈറ്റായിട്ടും ഭംഗിയുണ്ട്, സ്റ്റൗട്ട് അല്ല, ആൻഡ് വിയർ സ്പെക്ടക്കിൾസ്, കണ്ണട ധരിച്ചിട്ടുണ്ട്. ഹിസ് വിസിറ്റർ ടോക്സ് അപ്പ്. ഈ വന്നിരിക്കുന്ന ആള് നല്ലോണം വർത്താനം പറയും. മിസ്റ്റർ നാഥിനെ പോലെയല്ല, അയാൾ കുറച്ച് മാത്രമേ വർത്താനം പറയാറുള്ളൂ. വെൽ ഡൺ നിഷാദ്, ഐ ടോൾഡ് ഹിം. നന്നായി ചെയ്തു നിഷാദ്, അദ്ദേഹം പറഞ്ഞു. നൗ ദാറ്റ് വി ഹാവ് മെയ്ഡ് സം പ്രോഗ്രസ് വിതൗട്ട് അവർ ഇൻക്വയറീസ്. അതായത് നമ്മൾ അന്വേഷിക്കാതെ തന്നെ നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വിൽ ഹാവ് ടു സോർട്ട് ഔട്ട് ഓൾ ദ ഫാക്ട് ലൈക്ക് എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സ്. നമുക്കെല്ലാം വേർതിരിച്ചാക്കണം എക്സ്പേർട്ട് ഡിറ്റക്റ്റീവ്സിനെ പോലെ. സോ ദാറ്റ് വി ക്യാൻ ട്രാപ്പ് ദ ക്രൂക്ക്.
ക്രൂക്കിനെ നമുക്ക് ട്രാപ്പ് ചെയ്യാം. How do you do? How you do go on, Maya? 7 signed. How can you possibly imagine he is a crook? അവനൊരു ക്രൂക്കഡ് ഫെല്ലോ ആണെന്ന് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു? He looks so ordinary. അവൻ സാധാരണ മനുഷ്യനെ പോലെയാണ് തോന്നുന്നത്. Criminals can look quite ordinary, smarty. ക്രിമിനൽസും സാധാരണ വ്യക്തിനെ പോലെയാണ് കാഴ്ചയിൽ കാണുക. I retorted. ഞാൻ മറുപടി പറഞ്ഞു. Did you see the picture of the Hyderabadi housebreaker in the papers yesterday? നീ കഴിഞ്ഞ ദിവസം ഒരു ഹൈദരാബാദി വീട് കുത്തി തുറന്ന ഒരാളെ കുറിച്ച് ന്യൂസ് പേപ്പറിൽ കണ്ടോ? He looked like any man on the street. അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ലേ ഉണ്ടായിരുന്ന? നിഷാദ് looked doubtfully. നിഷാദിന് സംശയമായി. The monsoon broke the next day. Dark clouds accompanied by blinding flashes of lightning, roaring rolls of thunder, burst with all their fury. അപ്പോൾ പിറ്റേ ദിവസം മഴയുണ്ടായി അല്ലേ? അപ്പൊ എന്താണ്? ഇരുണ്ട ആകാശം, മേഘങ്ങൾ, അതിൻ്റെ കൂടെ എന്താ? ഇടിമിന്നലും മഴയും, പിന്നെ ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു. ഫ്ലഡിങ് ദ സ്ട്രീറ്റ്സ് വിത്ത് എ ഹെവി ഡൗൺസ്പോർ. നല്ല മഴയുണ്ടായിരുന്നു, കനത്തിലുള്ള മഴയുണ്ടായിരുന്നു. സ്കൂൾ ഹാസ് ടു ബി റീഓപ്പൺ ആഫ്റ്റർ ദ സമ്മർ ഹോളിഡേയ്സ്. വേനൽക്കാല അവധിക്ക് ശേഷം സ്കൂള് തുറക്കാൻ പോവുകയാണ്. ബട്ട് നോ ട്രാഫിക് കുഡ് മൂവ് ത്രൂ ദ ഫ്ലഡഡ് റോഡ്സ്. അതായത് വണ്ടികളൊന്നും ഈ ഒഴുകുന്ന റോഡിൽ കൂടിയിട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ദർ വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഹോളിഡേ. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ലീവ് ലഭിച്ചത്. ഐ തോട്ട് ഐ വുഡ് സ്പെൻഡ് ദ ടൈം യൂസ്ഫുള്ളി. ഞാൻ വിചാരിച്ചു ഇത് നല്ല പോലെ ഈ സമയം ഇതിൽ ചെലവഴിക്കാം. ഐ സാറ്റ് അറ്റ് മൈ ഡെസ്ക് ഇൻ അവർ ബെഡ്റൂം. ഞാൻ എൻ്റെ ബെഡ്റൂമിലുള്ള ഡെസ്കിലിരുന്നു. ദ ഷീറ്റ് ഓഫ് പേപ്പർ ബിഫോർ മീ. എൻ്റെ മുമ്പിൽ ഒരു ഷീറ്റ് ഓഫ് പേപ്പറും ഉണ്ട്. I wrote in large block letters, catching a crook. Expert detectives Nishad and Maya Pandit by appointment to the whole world. Then I began writing. About half an hour later, I turned towards Seven, who was lying on his tummy chin-chubbed in his arm, reading comics. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ. രണ്ട് കൈയും കഴുത്തിൽ വെച്ചിട്ട്, അതാണ് ടമ്മി ചിൻ ചപ്ഡ് ഇൻ ഹിസ് ആംസ്. ഓക്കെ, ഇവിടെ മായ എന്ത് ചെയ്യായിരുന്നു? എഴുതുമായിരുന്നു. ഹാഫ് ആൻ അവറോളം എഴുതുമായിരുന്നു. അപ്പോഴാണ് ഇവൻ കിടക്കുന്നത് കണ്ടത്. റീഡിങ് കോമിക്സ്. വാണ്ട് ടു ഹിയർ വാട്ട് ഐ ഹാവ് റിട്ടേൺ. ഞാൻ എഴുതിയത് എന്താന്നുള്ളത് വായിക്കണോ? ഐ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചു. ഹി ലുക്ക്ഡ് അപ്പ് ക്വസ്റ്റ്യനിംഗ്ലി. അവൻ ചോദ്യം രീതിയിൽ എന്നെ നോക്കി. ഐ ഹാവ് ലിസ്റ്റഡ് ഓൾ ദ ഫാക്ട്സ് വി നോ അബൌട്ട് മിസ്റ്റർ നാഥ്. മിസ്റ്റർ നാഥിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയോ അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. വിച്ച് മൈറ്റ് ഹെൽപ്പ് us ടു ട്രാപ്പ് ഹിം. നമുക്ക് അവനെ ട്രാപ്പ് ചെയ്യാൻ, കുടുക്കാൻ ഇത് സഹായിക്കും. ഐ സെഡ്, വാണ്ട് ടു ഹിയർ. കേൾക്കാൻ താല്പര്യമുണ്ടോ? സെവൻ നോഡഡ്. സെവൻ തലയാട്ടി. ഫാക്ട് നമ്പർ 1, ഐ റീഡ് ഹിസ് നെയിം ഈസ് മിസ്റ്റർ നാഥ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് വായിച്ചു, മിസ്റ്റർ നാഥ് എന്ന്. വി മസ്റ്റ് ഫസ്റ്റ് ഡിസ്കവർ ഹിസ് ഫസ്റ്റ് നെയിം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് നമുക്ക് കണ്ടുപിടിക്കാം. ഡു യു തിങ്ക് ദാറ്റ്സ് ഹിസ് റിയൽ നെയിം, മായ? നിഷാദ് ആസ്ക്ഡ്. നിഷാദ് ചോദിക്കുക, അദ്ദേഹത്തിന്റെ ശരിയായ പേരാണതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പ്രോബ്ലി നോട്ട്, ഐ സെഡ്. പറഞ്ഞു, ഒരിക്കലുമില്ല. മോസ്റ്റ് ക്രൂക്സ് ഹാവ് ആൻ അലിയാസ്. അതായത് കൂർത്ത ബുദ്ധിക്കാർക്ക് എന്തുണ്ടാവും? വേറൊരു വിളിപ്പേരുണ്ടാവും. ഐ ആഡഡ് എ ബിഗ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ മാർക്ക് ആഫ്റ്റർ നാഥ്. നാഥിന്റെ പേരിന് ശേഷം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഫാക്ട് നമ്പർ 2, ഐ റീഡ് ഓൺ. ഞാൻ വായിച്ചു. The tenants at the Shankar's house says he is mad. അതായത് അവിടെ ഇരിക്കുന്ന വാടകക്കാരെന്താ പറഞ്ഞ്? അദ്ദേഹത്തിന് വട്ടാണ്, സ്ട്രേഞ്ച് ആൻഡ് അൺഫ്രണ്ട്ലി. ഒരുമാതിരി പരിചയമില്ലാത്ത ആളുമാണ്, പിന്നെന്താണ്, ആരോടും കൂട്ടുകൂടുകയില്ല. നമ്പർ 3, he doesn't talk to anyone and he is mannerless. അദ്ദേഹം ആരോടും വർത്താനം പറയൂല്ല, പിന്നെന്താണ്, മാനേഴ്സ്, യാതൊരു മാനേഴ്സും ഇല്ല. But he talk to us. ഞങ്ങളോട് വർത്താനം പറയാണ്ട്. മായ ആൻഡ് മാമ സേസ് ഹിസ് വെരി പൊളൈറ്റ്. മായയും മാമയും എന്താ പറയുന്ന? അദ്ദേഹം നല്ല കുലീന സ്വഭാവമാണ്. നിഷാദ് ഇന്ററപ്റ്റഡ്. നിഷാദ് തടസ്സപ്പെടുത്തി. ഹി ഓൺലി ടോക്ക് ടു us ബിക്കോസ് ഹി ഹാഡ് ടു. അയാള് വർത്താനം പറയണല്ലോ എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളോട് വർത്താനം പറഞ്ഞത്. ഐ സെഡ്, സിൻസ് ഹി വാസ് അണ്ടർ മാമാസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഹി ഹാഡ് ടു ബി പൊളൈറ്റ്. അമ്മയുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ ആയതുകൊണ്ടാണ് നമ്മളോട് നല്ല സൗമ്യത്തില് പെരുമാറുന്നത്.
Fact number 4. He doesn't receive any letters. അദ്ദേഹം എഴുത്തൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. 7 nodded. 7 replied. Number 5. He is being living in room number 10 of Shankar house for more than a year. അപ്പോൾ ഒരു വർഷത്തോളമായി ആ റൂം നമ്പർ 10 ശങ്കറിന്റെ വീട്ടിലെ റൂം നമ്പർ 10 അദ്ദേഹം താമസിക്കുന്നു. I continue. Number 6. He doesn't work and sit in his room all day. അദ്ദേഹം പണിക്കൊന്നും പോകുന്നില്ല, എല്ലാ സമയം ആ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. Number 7. The kids in Shankar house and even some of the grown-ups are scared of him. ആ കുട്ടികൾ, ശങ്കറിന്റെ വീട്ടിലുള്ള കുട്ടികളും മുതിർന്നവരും അയാളെ പേടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. Number 8. He has no visitor except for a spectacled, fair, fat man who visit him on Sundays for lunch. അദ്ദേഹത്തിന്റെ റൂമിൽ വേറെ വിസിറ്റേഴ്സ് ഒന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരേ ഒരാള് ആ സ്പെക്സും വെച്ച് ആ മനുഷ്യനെ മാത്രമേ എല്ലാ സൺഡേസിലും അദ്ദേഹത്തിനെ കാണാറുണ്ട്. Number 9. Food and tea are taken to his room by Ramesh from the restaurant downstairs. ചായയും ഭക്ഷണവും അദ്ദേഹത്തിന്റെ റൂമിലേക്ക് രമേശ് ആണ് കൊണ്ടുവരുന്നത്, റെസ്റ്റോറന്റ് താഴത്ത് കൂടി. He doesn't care what he eats, pays his bill immediately and tips well. അദ്ദേഹം കഴിക്കാനൊന്നും നോക്കാറില്ല, പെട്ടെന്ന് തന്നെ ബില്ലും കൊടുക്കും, ടിപ്പും കൊടുക്കും. That and my list. അത്രയും കഴിഞ്ഞു. Have I forgotten anything? 7. ഞാൻ എന്തെങ്കിലും മറന്നുപോയോ? 7 എന്ന് ചോദിച്ചു. Nisha had obviously not been paying too much attention to my list of facts. ഈ 7 ഉദ്ദേശിക്കുന്നത് നിഷാദിന്റെ തന്നെയാണ്. ഓക്കെ, അപ്പം അത്ര അറ്റൻഷൻ ഒന്നും ഇവള് പറയുന്ന കാര്യത്തിന് കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായി. All he could say was, poor man, Maya. He must be so lonely if he doesn't have any friends. അപ്പൊ അവൻ എന്താ പറയുന്നത് മായ അടുത്ത്? അതേ ഒരു പാവ ആളാണ്, എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത്. How can a crook have friends, idiot? I almost shouted. ഒരു ദുഷ്ടന് എങ്ങനെയാണ് കൂട്ടുകാരുണ്ടാവുക? ഞാൻ നിലവിളിച്ചു. At least he has one friend. അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ട്. One can meet the one who meets him on Sunday. അദ്ദേഹമാണ് സൺഡേസിൽ അയാളെ കാണാൻ വരുന്നത്. Said Nishad. A brilliant thought occurred to me just then. അപ്പോഴാണ് ഒരു ബുദ്ധിപരമായ ഒരു കാര്യം എൻ്റെ തലയിൽ ഉദിച്ചത്. That must maybe Mr. Nath accomplice in crime. I said. അദ്ദേഹമായിരിക്കും ഇദ്ദേഹത്തെ കെണിയിൽപ്പെടുത്തിയത്. Maybe he keeps all the loot and he comes now and then to give part of his partner. അപ്പോൾ he keeps all his loot. അദ്ദേഹമായിരിക്കും ഇവരുടെ എല്ലാ കാര്യങ്ങളും കയ്യിൽ വെച്ചിരിക്കുന്നതും എന്താണ് എന്നിട്ട് പാർട്ട്ണർക്ക് കൊടുക്കുന്നതും. മിസ്റ്റർ നാഥ് ഫോർ എക്സ്പെൻസസ്. ദാറ്റ്സ് ഇറ്റ്. ഐ ആം ഷുവർ ഐ ആം റൈറ്റ്. അത് ശരിയാണ്, കറക്റ്റ് തന്നെ ആയിരിക്കും. If you are insisting on calling him a criminal, I don't think I want to discuss anything with you. നീ അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് അഭിസംബോധന ചെയ്താൽ ഞാൻ നിന്റെ അടുത്ത് ഒന്നും ഡിസ്കസ് ചെയ്യില്ല. മായ സെറ്റ് നിഷാദ് ആംഗ്രിലി. ദേഷ്യത്തോട് കൂടിയിട്ടാണ് മായ നിഷാദിനോട് പറഞ്ഞത്. He can't be such a bad man if he gives Ramesh such general tips. അതായത് രമേശിന് കണ്ടമാനം ടിപ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊരു പൊട്ട മനുഷ്യനായിരിക്കില്ല. രമേശ് പ്രോബബ്ലി knows something about his past. രമേശിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പഴയ കാലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടായിരിക്കും. മിസ്റ്റർ നാഥ് മസ്റ്റ് ബി ബ്രൈബിംഗ് ഹിം ടു കീപ് ക്വയറ്റ്. അതുകൊണ്ടാവും മിസ്റ്റർ നാഥ് അവനെ ഒന്നും പുറത്തു പറയാൻ അനുവദിക്കാത്തത്. ഐ സെഡ്. നിഷാദ് ഗ്ലെയർഡ് അറ്റ് മീ. നിഷാദ് എന്നെ നോക്കി. With his arms tightly crossed across the chest. നെഞ്ഞത്ത് കൈവച്ചിട്ടാണ് പറഞ്ഞത്. I was beginning to get fed up with him. എനിക്ക് അയാളെ കുറിച്ച് ആലോചിച്ചിട്ട് മതിയായി. How can we make any progress with our investigation? നമുക്കൊരു പുരോഗതി നമ്മുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? If you take that attitude, 7, I asked. നീ ഇപ്പൊ എങ്ങനെ പറഞ്ഞാലോ? I'll cooperate only if you give up this idea about him being an escaped crook. അപ്പൊ നിന്നെ കോപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാണ്? അയാളൊരു രക്ഷപ്പെട്ട ദുഷ്ടനാണ് എന്ന് അംഗീകരിച്ചാൽ മാത്രം. സെഡ് 7. You really make me angry. നീ എന്നെ ദേഷ്യപ്പെടുത്തുകയാണ്. I almost hit him. ഞാൻ അയാളെ അടിക്കാൻ പോയി. I make you angry, you stupid oaf. I make you angry. ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്തും. I shouted. നിലവിളിച്ചു. You make me mad. നീ എന്നെ പ്രാന്താക്കിയാണോ? What is the point of all these enquiries? അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു
ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്താ? ഇഫ് ഇറ്റ്സ് നോട്ട് എ ക്രൂക്ക്, അയാൾ ഒരു ദുഷ്ടനല്ലെങ്കിൽ, ഇഫ് യു തിങ്സ് ഹീസ് എ നോ ബഡി, വാട്ട്സ് ദ ഐഡിയ ഓഫ് ബോദറിങ് അബൌട്ട് ഹിം? പിന്നെ എന്തിനാണ് അയാളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? പ്ലീസ് ടെൽ മീ. നിഷാദ് ലുക്ക് തോട്ട്ഫുൾ. നിഷാദ് ചിന്തിച്ചു. ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് വൈ ഹി ഈസ് സോ തിൻ ആൻഡ് വൈ സോ ലോൺലി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും മെലിഞ്ഞിരിക്കുന്നതും ഇത്രയും ഒറ്റപ്പെട്ട് നടക്കുന്നതും? ഐ വാണ്ട് ടു നോ വൈ ഹി ഡസൻ ഹാവ് എനി ഫ്രണ്ട്സ് ആൻഡ് ലീവ്സ് അലോൺ. ഫ്രണ്ട്സ് ഒന്നും എന്താണ് അദ്ദേഹത്തിന് ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ട് നടക്കുന്നത്? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് സെവൻ. മനസ്സിലാക്കാൻ ശ്രമിക്കുകയും. ഐ ടോൾഡ് ഹിം. ഞാൻ അവനോട് പറഞ്ഞു. If he is lived in Shankar house for a year, hasn't made a single friend, there's something wrong. അതായത് അദ്ദേഹം ശങ്കറിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് 1 വർഷത്തോളം കാലമായി, എന്നിട്ട് ഒരു ഫ്രണ്ട് പോലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടാവും. ഹിസ് ഒബ്വിയസ്ലി സ്കെയർഡ് ദാറ്റ് someone will recognize him. അതായത് ആരെങ്കിലും അയാളെ തിരിച്ചറിയുമോ ആൻഡ് ഗിവ് അപ്പ് ടു ദ കോക്സ് എന്നിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യോ എന്നുള്ള ഒരു പേടി അദ്ദേഹത്തിന് കാണും. Maybe once tried to make friends with him. Nishad protested. ആരെങ്കിലും ഫ്രണ്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ടാവും. Why should anyone bother? You have seen that what a nasty bear he is. അപ്പോൾ ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവക്കാരനാണ് അദ്ദേഹം. I don't care, said Nishad stubbornly. ഞാൻ അതിനെയൊന്നും വിലവെൽക്കുന്നില്ല. I like him. I am going to try and be his friend. എനിക്ക് അയാളെ ഇഷ്ടമായി. ഞാൻ അയാളോട് കൂട്ടുകൂടാൻ ഫ്രണ്ട് ആവാൻ പോവുകയാണ്. Friends with a crook. ദുഷ്ടനോടാണോ നീ കൂട്ടുകൂടാൻ പോകുന്നത്? You are crazy. 7, I said. The cops will take you to jail with him. അപ്പോൾ പോലീസ് നിന്നെയും കൂടി അയാളുടെ ഒപ്പം കൊണ്ടുപോകും. Do you want that to be happen? അങ്ങനെ സംഭവിക്കണോ? You idiot. നിഷാദ് merely glared at me. നിഷാദ് എന്നെ തുറിച്ചു നോക്കി. Quietly walked out of the room. എന്നിട്ട് റൂമിന്റെ പുറത്തേക്ക് പോയി. My theory seems to have made no impression on him at all. എൻ്റെ ഈ ഫാക്ട്സ് ഒന്നും അവനിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ല. ശാരദ dived from the broken flute. Then next is about the poem Mystery of the Talking Fan. Is there a ceiling fan in the room where you are sitting now? നമ്മുടെ റൂമിൽ ഫാൻ ഉണ്ടോ? Is the fan quiet or noisy? നിശബ്ദമായിട്ടാണോ അതോ സൗണ്ടോട് കൂടിയിട്ടാണോ അത് കറങ്ങുന്നത്? If it's noisy, you may be sure it is a distant relative of the talking fan in the poem which you are going to read. Once there was a talking fan. ഒരിക്കൽ വർത്താനം പറയുന്ന ഒരു ഫാൻ ഉണ്ടായിരുന്നു. Electrical his chat. I couldn't quite hear when he said, and I hope doesn't matter. എനിക്ക് അതിനെ ശാന്തമായിരിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അത് ഞാൻ കണക്കാക്കിയില്ല. But because one day somebody oiled his little whirling motor. ഒരു ദിവസം ഒരു വ്യക്തി എന്ത് ചെയ്തു? അതിലേക്ക് ഓയിൽ ആഡ് ചെയ്തു. whirling മോട്ടറിലേക്ക് ഓയിൽ ആഡ് ചെയ്തു. And all the mystery was spoiled. എല്ലാ മിസ്റ്ററിയും നശിച്ചു. He ran as still as water. വെള്ളം എന്താണ്? നിശബ്ദമായിട്ടല്ലേ ഒഴുകുന്നത്. അതുപോലെ തന്നെ ഫാനും നിശബ്ദമായിട്ട് കറങ്ങി. അപ്പോൾ ഓയിൽ ആഡ് ചെയ്തപ്പോൾ എന്താ? മോട്ടറുടെ വർക്കിംഗ് പ്രോപ്പറായി. That's the matter. This poem is written by Maud Robin. So that's all about this chapter. If you are interested, please do like, share and subscribe my channel. Okay, thank you.